അത് നമ്മൾ പ്ലസ് ടുവിൽ നാടകം കളിച്ചിട്ടുണ്ട്. കോമാളികൾ എന്നായിരുന്നു നാടകത്തിന്റെ പേര്. നാടകമൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുള്ള ഞാൻ പറയാം. അമൽ വിമൽ കമൽ നിർമ്മൽ ഇന്ദ്രജിത്ത്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, മാറിക്കയറി ഇറങ്ങിപ്പോകും ഭരണക്കാർക്കെന്നും ഞങ്ങൾ കോമാളികൾ, വെറും പരിഹാസപാത്രങ്ങൾ. പ്ലസ് ടു നമ്മള് ആലാര ഗോവിന്ദ പാട്ടില്ലേ, ആ പാട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്, നാടകം ചെയ്തിട്ടുണ്ട്. പ്ലസ് ടു സമയത്തൊക്കെ നമ്മള് പരിപാടികൾ ഡാൻസ് പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നാണിച്ച് മാറിയിരിക്കുന്നതല്ലേ. ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന ആലര ഗോവിന്ദക്ക് ഡാൻസ് കളിച്ചിട്ടുള്ള ആളെന്ന് പ്ലസ് ടുവിന് എന്നാലും എന്ത് അതിന് ഡാൻസ് കളിച്ചിട്ടുള്ള ആളെന്ന് പറയുമ്പോ അത്യാവശ്യം എല്ലാ തല്ലുകൊളുത്തരം ഉണ്ടായിരുന്ന ഒരാളാണെന്ന് എനിക്ക് ഉറപ്പായി അല്ലേ. എന്ന് പറഞ്ഞാൽ പഠിച്ച സമയത്തൊക്കെ നമ്മൾ എല്ലാത്തിലും ഇൻവോൾവ് ആയിരുന്നു. സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു, നാടകം ഉണ്ടായിരുന്നു, പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു, എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു, സജീവമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഗംഭീരമായ ദ കിങ്ങിലെ ആ ഡയലോഗ് ചേട്ടൻ വേണോ പറയണോ? എന്റെ ഒരു ആഗ്രഹമല്ലേ, പാവ കുട്ടിയുടെ ഒരു ആഗ്രഹം നിങ്ങൾ വിചാരിച്ച ചേട്ടൻ പറഞ്ഞു. മമ്മൂട്ടി പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞ അത് അറിയാനാണ്. മമ്മൂക്ക പറഞ്ഞ ഡയലോഗാണ്. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നീ പഠിച്ച ഇന്ത്യയിലെ അനുഭവങ്ങളുടെ ഇന്ത്യ, കോടിക്കണക്കായ പട്ടിണിപ്പാവങ്ങളുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ, ജട്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുത്ത ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞു പോയതിന് ഭർത്താവിനെ ശ്വാസിച്ച് അത്താഴപ്പെട്ടു. അയ്യോ അയ്യോ ഇതെങ്ങനെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചടക്കുന്ന. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. വീണ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ ഓക്കെ ചേട്ടാ. ചേട്ടൻ അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്ത് അത് വായിച്ചില്ലേ? ഐ അപ്രീഷിയേറ്റ്. ഇതുപോലെ ഈ ന്യൂസ് റൂമിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു ആളെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. അതായത് നമ്മള് പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, ന്യൂസ് റൂമില് ഈ മോള് വരെയുള്ള ഭാഗമാണ് കാണുന്നത്, അതുകൊണ്ട് ഇവിടം വരെ കോട്ടിട്ട് നിൽക്കുക, അതിന്റെ അടിയിലേക്ക് ലുങ്കി എടുത്ത് നിൽക്കുക, ഇതൊക്കെ അവിടെ നടക്കാറുണ്ടെന്നുള്ളത്. അങ്ങനെ നടക്കാറുണ്ടോ? ഇല്ലല്ലേ? അല്ലല്ലേ, ഇതൊക്കെ വെറുതെ കോമഡിക്കാർ ഉണ്ടാക്കിയതാണ്. എന്നാലും അതിരാവിലത്തെ ബുള്ളറ്റിൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇപ്പൊ സ്ഥിരമായിട്ട് മുണ്ടെടുത്ത് വരുന്ന എത്ര പേരുണ്ടാവും എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ വിഷ്വൽ മീഡിയ ജീവൻ ടിവിയിലാണ് തുടങ്ങി. അവിടെ സെബാസ്റ്റ്യൻ ചേട്ടൻ ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ ചേട്ടൻ മുണ്ടാണ് സ്ഥിരം കൊടുക്കുക. പുള്ളി വാർത്ത വയ്ക്കുമ്പോഴത്തേക്ക് കോട്ടിട്ട് ഞാൻ ആകെ അങ്ങനെ കണ്ടു, മുണ്ടെടുത്ത് കോട്ടിട്ട് പുള്ളിയെ മാത്രമേ കണ്ടുള്ളൂ, വേറെ ആരും ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ ഈ 24ന്റെ ന്യൂസ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ വന്നതിന് ശേഷമാണല്ലോ. നിങ്ങൾ എല്ലാവരും ഇവിടെ പാടത്തിറങ്ങി കൃഷി ചെയ്യുന്നു, ഫ്ലൈറ്റിൽ വരുന്നു, എല്ലാം ഗംഭീരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ ഭയങ്കര പൊതുവെ കുറച്ച് ബസ്സിൽ പിടിച്ചിരിക്കുന്ന ഒരാളാകുമ്പോഴത്തേക്കും ഇതൊക്കെ ഞാനും ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു പേടി എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ടോ? ഫസ്റ്റ് ഓഗ്മെന്റ് ഉണ്ടായിരുന്ന സാധനം പിന്നെ അതിന് മാറി, ആണോ? ശീലമായല്ലേ? പോയി.